ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന തക്കാളി ദോശയും തേങ്ങ കൊണ്ടിട്ടുള്ള ചമ്മന്തിയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ആദ്യം ചമ്മന്തിക്ക് തേങ്ങയും ശകലം പുളിയും 4-5 ചെറിയ ഉള്ളിയും എരിവിനാവശ്യമുള്ള മുളക്, അത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും ചേർത്താണ് ഇട്ടിരിക്കുന്നത്. മുളകിന് നല്ല എരിവായതുകൊണ്ട് 2 എണ്ണം ചേർത്തിട്ടുള്ളൂ. എരിവ് കുറവാണെങ്കിൽ കൂടുതൽ ചേർക്കുക. എല്ലാം കൂടെ ഒരു ചെറിയ മിക്സി ജാറിൽ മാറ്റിയിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ഈ ചമ്മന്തിയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. സ്പൂൺ കൊണ്ട് ഇടയ്ക്ക് ഇളക്കി തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. വളരെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചമ്മന്തി ദോശ, ഇഡ്ഡലി, ചോറ് ഇല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ നമുക്കിത് വിളമ്പാവുന്നതാണ്. ഈ തക്കാളി ദോശയുടെ കൂടെ വളരെ സ്വാദിഷ്ടവുമാണ്. നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുണ്ട് വരണം. അതാണ് ആ ചമ്മന്തിയുടെ പരുവ്. ഇനി ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പച്ചരി ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞിട്ട് ഒരു മിക്സി ജാറിലേക്ക് അരയ്ക്കാനായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു മുളകും 2 കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ടുണ്ട് കളറിന്. 1/2 ഗ്ലാസ് തേങ്ങ. ഇത് അരി എടുത്തിരിക്കുന്നതും 250 ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. കൂടെ 2 നല്ല കളറുള്ള 2 നന്നായിട്ട് പഴുത്ത തക്കാളി ചേർക്കുകയാണെങ്കിൽ ദോശയ്ക്ക് നല്ല കളറ് കിട്ടും. ഇതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. തക്കാളിയിൽ നിന്നുള്ള വെള്ളവും നന്നായിട്ട് കിട്ടും. നല്ല മഷി പോലെ ഇതുപോലെ അരച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് പകർന്നിട്ട് മിക്സി കഴുകി എടുത്തിരിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ഈ ദോശ തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിപ്പം ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് മാവിരിക്കുന്നത്. കല്ല് നന്നായിട്ട് ചൂടായി. ആദ്യം സാധാരണ സോഫ്റ്റായിട്ടുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് കലക്കി അതേ മാവ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവരവർക്ക് സ്വാദിന് ഏത് എണ്ണയാണോ ഇഷ്ടം, വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നെയ്യോ ചേർക്കുക. ഇനി കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുറച്ചും കൂടെ മാവ് ലൂസാക്കി എടുക്കുക. ഒരു വശം നന്നായിട്ട് വെന്ത് വരുമ്പം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള തക്കാളി ദോശ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ക്രിസ്പി ആയിട്ടുള്ള ദോശയ്ക്കാണ് വെള്ളം കൂടുതൽ ഒഴിച്ചിരുന്നത്. നല്ല ഒഴുകുന്ന പരുവമായിരിക്കണം. എന്നിട്ട് നല്ല കനം കുറച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയതിന് ശേഷം എണ്ണ ഒഴിച്ച് നന്നായിട്ട് വെന്ത് ഒരു ചെറിയ ഇളം ബ്രൗൺ നിറം താഴ്ഭാഗത്ത് കാണുന്ന ആ സമയമാകുമ്പോൾ മറിച്ചിടുക. മറുവശവും ഒന്നും മുരിഞ്ഞ് വരുമ്പോൾ ദോശ നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ മുരുമുരിപ്പ് അതുപോലെ കുറച്ച് നേരം കൂടെ നമുക്ക് നിലനിർത്താൻ പറ്റും. ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബാക്കിയുള്ള ദോശകളും കൂടെ തയ്യാറാക്കി എടുക്കുക. ഇനി ഇതിലും ക്രിസ്പായിട്ട് നല്ല നെറ്റ് പോലത്തെ ദോശ നമുക്ക് ഇതേ മാവ് കൊണ്ട് തന്നെ തയ്യാറാക്കാം. ഈ ദോശ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ ചട്നിയുടെ കൂടെ വിളമ്പാം. ഇനി നല്ല ക്രിസ്പായിട്ട് ഇതുപോലെ പേപ്പർ തിൻ ദോശയാണ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് നല്ല ഒഴുകുന്ന പരുവമാക്കുക. ഇതുപോലെ തന്നെ കോരി ഒഴിച്ച് വേണം ഈ ദോശ തയ്യാറാക്കാൻ. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഇത് മറിച്ചിടേണ്ട കാര്യമില്ല. അത്രയും തിന്നായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതും നന്നായിട്ട് വെന്തിട്ടും കാണും. ഇതുപോലെ റോൾ ചെയ്തെടുത്ത് നമുക്കിതുപോലെ പേപ്പർ റോസ്റ്റ് വിളമ്പാവുന്നതാണ്. ഈ 3 രീതിയിൽ നമുക്ക് ഈ തക്കാളി ദോശ തയ്യാറാക്കാം. ഇതിൻ്റെ മുരുമുരിപ്പ്
രണ്ടാമത്തെ രീതിയിൽ കാണിച്ചതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്ര ക്രിസ്പിയാണെന്ന്. നമുക്ക് ചട്നിയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.